ഫസ്റ്റ് 11 വേഴ്സസ്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. അല്പം ലെങ്തി പാസേജാണ്, ശ്രദ്ധയോടെ കേൾക്കണം. 2 പത്രോസ് 1 മുതൽ 11 വരെ. 2 Peter chapter 1 verse 1 to 11. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തോലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആദ്യത്തെ 4 വാക്യം വായിക്കാമോ? Second letter of Peter, chapter 1, verses 1 through 4. Simon Peter, a bond servant and an apostle of Jesus Christ, to those who have received a faith of the same kind as ours, by the righteousness of our God and Savior Jesus Christ, grace and peace be multiplied to you in the knowledge of God and of Jesus our Lord, seeing that His divine power has granted to us everything pertaining to life and godliness, through the true knowledge of Him who called us by His own glory and excellence. Thank you. വളരെ റിച്ചായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി നൽകിയ ലേഖനം. ആ 11 വാക്യങ്ങൾ എത്ര വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വായിക്കുമ്പോൾ തന്നെ അറിയാം. When we read through, we can understand that this is a rich passage which requires, each phrases needs a lot of explanations. ഞാൻ ഈ എപ്പിസോഡിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാനേ താല്പര്യപ്പെടുന്നില്ല ഇന്ന്. I'm not going to explain the context of this epistle. 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത്, ബിവെയർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്. ഇതാണ് പീറ്റർ ഇതിനകത്ത് പ്രത്യേകാൽ പറയുന്ന കാര്യങ്ങൾ. Spiritual growth and beware of false prophets. These are the themes of this letter. അത് എല്ലാ വാക്യങ്ങളിലൂടെയും പോകുമ്പോൾ ആ കാര്യങ്ങൾ എടുത്ത് ഊന്നൽ കൊടുത്ത് പീറ്റർ എഴുതിയേക്കുന്നത് കാണാം. When we go through all these verses, we can see that spiritual growth and beware of false prophets, we can see throughout this. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. First chapter, which is explaining the responsibilities of each Christians which we need to fulfill. ഞാൻ ആ 11 വാക്യത്തെ ഒന്ന് ഡിവൈഡ് ചെയ്തു തരാം, എന്നിട്ട് അല്പം കാര്യം മാത്രം പറയാം. And I am going to divide these first 11 verses into different portions, and then I am going to explain a little by little. ആദ്യത്തെ 4 വാക്യങ്ങൾ, ഫസ്റ്റ് 4 വേഴ്സസ്, God has given us some resources. ദൈവം നമുക്ക് നൽകിയേക്കുന്ന ചില റിസോഴ്സിനെ പറ്റിയാണ് ആദ്യത്തെ 4 വാക്യങ്ങൾ പറയുന്നത്. Then verses 5 to 7, our responsibility. ഈ റിസോഴ്സസ് കർത്താവ് തന്നപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. 8 മുതൽ 11 വരെ വാക്യങ്ങൾ പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റി
നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്യുന്നവരുടെ റിവാർഡാണ് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റിസോഴ്സസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിവാർഡ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 11 വാക്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. These 11 verses are compartmentalized into 3 sections. First 4 verses comprised what the resources God is providing to each one of us. And the next 5 through 7, which shows the responsibility of a true Christian. And then verses 8 through 11, which shows the reward, those who fulfill these responsibilities by his resources. ആദ്യത്തെ 4 വാക്യങ്ങൾ ദൈവം നൽകിയേക്കുന്ന റിസോഴ്സ് നൽകിയിട്ട് പറഞ്ഞേക്കുകയാണ്, ഈ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. First 4 verses explains the resources God is providing to each one. Since there is such a great resource which is available, we have such a huge responsibility. ആ റിസോഴ്സസ് ദൈവം നൽകി നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ താഴെ ഭാഗത്ത് ദൈവത്തിൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണ് ദൈവമക്കൾക്ക് അതിലൂടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് പീറ്റർ എഴുതി നിർത്തിയിരിക്കുന്നത്. Peter was explaining God has provided so much huge resources for each of the children of God to fulfill their responsibility. If a Christian fulfills that responsibility in a faithful way, such a huge reward is waiting for us. That is what it is explaining in these first 11 verses of this first chapter. ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ചർച്ചിലെ ഒരു ബ്രദറുമായിട്ട് ഞാൻ അല്പസമയം ഇങ്ങനെ പേഴ്സണലി സംസാരിക്കുകയായിരുന്നു. Last week, I got a chance to discuss or talk through with one of our church members. അന്നേരം ഞങ്ങൾ പറഞ്ഞു വന്നൊരു കാര്യം ഇതായിരുന്നു, ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കുന്ന സഭകളിലെ മെമ്പേഴ്സിന് നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. Those who are listening carefully throughout the word of God, then that person will definitely have a study plan or a personal study time with the word of God. അല്ലെങ്കിൽ ഒരു ചർച്ചിലെ ഉപദേശി വേദപുസ്തകത്തിലെ വാക്യങ്ങളെ വ്യക്തതയോടെ ഡിവൈഡ് ചെയ്താണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ ചർച്ചിലെ ഒരു 30%, അത്ര ഞാൻ പറയത്തുള്ളൂ, ഒരു 30% ആളുകൾ കൃത്യമായിട്ട് അത് കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുന്ന 30% ആളുകൾക്കും പേഴ്സണലായിട്ട് ആ നിലയിലുള്ളൊരു പഠനം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായിരിക്കും. If a pastor of a church rightly divide the word of God in a systematic way, then at least I am thinking at least 30% of that congregation will have a specific prayer pattern and also a specific personal time to study the word and to research it. ഞാൻ നന്നായിട്ട് ഫെയ്ത്ത്ഫുള്ളായിട്ട് ദൈവവചനം പറയുന്ന 1-2 ശുശ്രൂഷകന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കണക്കാണ്, ഒരാൾ ഒരു ചർച്ചിൽ 23 ഇയേഴ്സ് ഇരുന്നു, ഒരാൾ ഒരു ചർച്ചിൽ 10 വർഷം വരുന്നു. ഞാൻ ചോദിച്ചു 100% ആളുകളും എങ്ങനെ വേദപുസ്തകം നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാണ്, ഇല്ല 30% ആളുകൾ എൻ്റെ ചർച്ചിലുള്ളതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. When I was discussing with a lot of men of God who actually preached truly or rightly divided the word of God at least 30 plus years in a church or 10 plus years, I was discussing, inquiring with them how many of those percentage actually listen to the word of God and spend some time with the word of God. Their assumption, their thinking was at least 30% of them. because അങ്ങനെ ആകരുത് പ്ലീസ്. I am requesting our church should not be like that. എല്ലാവരും ദൈവവചനം വായിക്കാനും എല്ലാവരും അത് മനസ്സിലാക്കാനും എല്ലാവരും ആത്മീയരായിട്ട് ജീവിക്കാനും ദൈവവചനം പറയുന്ന ക്വാളിറ്റിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവവചന ശുശ്രൂഷ. IPCOS church members should listen to the word of God. Since I am rightly dividing the word of God, please listen attentively and study the word and spend some time alone with God. ഞാൻ ആദ്യത്തെ 4 വാക്യങ്ങളും അതിനുശേഷമുള്ള 7 വാക്യങ്ങൾ വരെ പെട്ടെന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ. 8 to 11 ഞാൻ അല്പം എക്സ്പ്ലെയിൻ ചെയ്യാം. I'm going to go through very quickly until verse 8, and from 8
through 11, I'm going to give you a little explanation. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് കുറച്ച് റിസോഴ്സസ് ആത്മീയരായിട്ട് ജീവിക്കാൻ, ഫലമുള്ളവരായിട്ട് ജീവിക്കാൻ, റെസ്പോൺസിബിലിറ്റി നിറവേറ്റി ജീവിക്കാൻ ചില റിസോഴ്സസ് നൽകിയേക്കുകയാണ്. ആദ്യത്തെ 4 വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ 5 റിസോഴ്സസ് ദൈവം നമുക്ക് നൽകിയേക്കാണ്. 5 റിസോഴ്സസ്. When we read through carefully first 4 verses, we can see 5 resources are provided by our God. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഒന്നാമത്തെ വാക്യം, അതിൻ്റെ എല്ലാം വായിക്കാതെ നമ്മളവിടെ വായിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. NASB ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് ആ വിലയേറിയ എന്നില്ല, ഒറിജിനലി വിലയേറിയ വിശ്വാസം ലഭിച്ചവർ എന്നതാണ് ഒന്നാമത്തെ റിസോഴ്സ്. First resource is a precious faith, which is provided. We received precious faith. Amen. Who have received a precious faith. നിങ്ങൾക്കറിയാമോ ആ പ്രഷ്യസ്? ഇവിടെ നമ്മൾക്ക് ഈ സഭയിലെ ദൈവമൊക്കെ അറിയാമല്ലോ, ഇത് ഒബ്ജക്റ്റീവ് ഫെയ്ത്തിൻ്റെ കാര്യമല്ല. അതായത് ദൈവവചനം ലഭിച്ച കാര്യമല്ല പറഞ്ഞേക്കുന്നത്, ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതേ വിലയേറിയ, അതായത് പീറ്ററിനും പോളിനും മറ്റ് അപ്പോസ്തലന്മാർക്കും ലഭിച്ച അതേ വിലയേറിയ പ്രഷ്യസ് ഫെയ്ത്ത് ആണ് ദൈവം നമുക്ക് റിസോഴ്സ് ആയിട്ട് നൽകിയേക്കുന്നത്. This is not an objective faith which is given to each one of us, but this faith is a precious faith, which is the same faith which was rewarded to Simon Peter and greatest apostle Paul, and to all men of God was provided the same kind of precious faith which is provided to each one of us as a great resource. പീറ്ററിന്റെ ലേഖനത്തിനകത്ത് ഈ ഒരു വാക്ക് പ്രഷ്യസ് എന്ന വാക്ക് നിരവധി തവണ പ്രത്യേകമായി കർത്താവിനെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ രക്ഷയെയും പറ്റി പറയാൻ പ്രഷ്യസ് എന്ന വാക്ക് 7 പ്രാവശ്യം 2 എപ്പിസോഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. Peter especially used this word precious several times to mention different things. നമ്മൾ 2 പത്രോസ് 1:1 പ്രഷ്യസ് ഫെയ്ത്ത് എന്ന് കാണാം. 2 പത്രോസ് 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 4 പ്രഷ്യസ് പ്രോമിസ് എന്ന് കാണാം. 4 വാക്യത്തിൻ്റെ ഇടയിൽ തന്നെ പ്രഷ്യസ് ഫെയ്ത്ത്, പ്രഷ്യസ് പ്രോമിസ് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. We can see chapter 1 verse 1 precious faith, and also chapter 1 verse 4 precious promises. ഇനിയും നിങ്ങൾ പെട്ടെന്ന് 1 പത്രോസിലേക്ക് വന്നേ. ഒന്നാമത്തെ ലേഖനം 1 അധ്യായത്തിൻ്റെ റെഫറൻസ് മാത്രം പറഞ്ഞു പോകാം. നിങ്ങളത് വേഗത്തിൽ മറിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണോ എന്ന്. 1:7 പ്രഷ്യസ് ട്രയൽ ഓഫ് ഫെയ്ത്ത് എന്ന് നമുക്ക് കാണാം. വിശ്വാസത്തിൻ്റെ വിലയേറിയ വിശ്വാസത്തിൻ്റെ പരിശോധന. 1:19 പ്രഷ്യസ് ബ്ലഡ്, വിലയേറിയ രക്തം എന്ന് കാണാം. 2 അധ്യായത്തിനകത്ത് പ്രഷ്യസ് കോർണർ സ്റ്റോൺ, വിലയേറിയ മൂലക്കല്ല് എന്ന് കാണാം. 2:6-7 ജീസസ് ഈസ് പ്രഷ്യസ് അല്ലെങ്കിൽ പ്രഷ്യസ് സേവിയർ എന്ന് 2:6 കാണാം. 3:4 പ്രഷ്യസ് സ്പിരിറ്റ്, വിലയേറിയ ആത്മാവ് എന്ന് നമുക്ക് കാണാം. 5 പ്രാവശ്യം 5 കാര്യത്തെ സംബന്ധിച്ച് പ്രഷ്യസ് 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 എന്ന് പീറ്റർ ആവർത്തിക്കുകയാണ്. We can see in the first letter of Peter, we can see 5 times precious was repeated, and in first chapter 1 verse 2 several verses, and chapter 2 and chapter 3. കാര്യമില്ലല്ലോ. നോക്കൂ, 1:7, 1:19, 2:4, 2:6, 3:4, 2 Peter chapter 1 verse 4, 1 verse 1. 7 പ്രാവശ്യം പീറ്റർ ആവർത്തിച്ച് പറയുകയാണ്, വിലയേറിയ വിശ്വാസം, വിലയേറിയ രക്തം, വിലയേറിയ രക്ഷ, വിലയേറിയ മൂലക്കല്ല്, വിലയേറിയ ആത്മാവ്, വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം. Amen. We can see precious faith, precious blood, precious stone, and precious savior. We can see throughout here all these verses. 5 കാര്യം നമ്മളോട് പറഞ്ഞേക്കാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ്. First, five times he was repeating precious, but the one important thing, precious faith was given to us all. അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫെയ്ത്ത് ആണ്. സബ്ജക്റ്റീവ് ഫെയ്ത്ത്. Otherwise it is a subjective faith. നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി ആയതല്ല. എല്ലാവരും കേട്ടോണം. Not on any of our merits we became Christians. നമ്മളോട് ദൈവത്തിൻ്റെ കരുണയുണ്ടായി
ഈ വിലയേറിയ വിശ്വാസം ദാനം തന്നതാണ്. But by our God's richest mercy, out of his richest mercy and kindness, this faith was given with his mercy. രണ്ടാമത്തേത് അങ്ങനെ 5 റിസോഴ്സസ് പറഞ്ഞിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയാം. First 5 resources, and then I'm going to explain the ഒന്ന് പ്രഷ്യസ് responsibility. ഫെയ്ത്ത് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കിട്ടിയതാണ്. Almost everyone who is born again, they are being rewarded with this precious faith. രണ്ടാമത്തേത് അവിടെ 3-ാം വാക്യം നിങ്ങൾ കണ്ടോ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ എന്നൊരു പ്രയോഗമുണ്ട്. വേഴ്സ് 3. Amen. We can see through the true knowledge of him who called us by his own glory and excellence. മതി. ഒന്നാമത് നമ്മൾക്ക് ലഭിച്ച റിസോഴ്സസ് പ്രഷ്യസ് ഫെയ്ത്ത് ആണെങ്കിൽ, രണ്ടാമത് നമുക്ക് ലഭിച്ച റിസോഴ്സസ് പ്രഷ്യസ് കോൾ ആണ്, ദൈവത്തിന്റെ വിളിയാണ്. Amen. First one is a precious faith and the second one is a precious call. നിങ്ങൾ ആ പ്രയോഗമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് ഫെയ്ത്ത് നൽകി, ദൈവം നമ്മളെ വിളിച്ചു. He called us, he gave us a precious faith, and he called us by his own glory and excellence. ഈ വിളിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, വേദപുസ്തകത്തിനകത്തൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എബ്രായ ലേഖനം 3:1 ഈ വിളിയെപ്പറ്റി പറയുന്ന ഹെവൻലി കോളിംഗ് എന്നാണ്. ഹെവൻലി കോളിംഗ്. Hebrews chapter 3 verse 1, we can see the call which we are called is a heavenly call. 2 തിമോത്തി 1:9 വായിക്കുന്നത് ഈ വിളിയെ ഹോളി കോൾ എന്നാണ്. ഹോളി കോൾ. Again we can see in 2 Timothy chapter 1 verse 9, who has saved us and called us with a holy calling. 1 Peter chapter 2 verse 9 വായിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള വിളി എന്നാണ്. And also 1 Peter chapter 2 verse 9, we can see who has called you out of darkness into the marvelous light. ഗലാത്യ ലേഖനം 1:16 വായിക്കുന്നത് കൃപയാൽ ദൈവം നമ്മളെ വിളിച്ചെന്നാണ്. കൃപയാൽ. Galatians chapter 1 verse 16, we can see by his grace he called each one of us. 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നത് യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നാണ് വായിക്കുന്നത്. 1 Corinthians chapter 1 verse 9, God is faithful through whom you were called into fellowship with his son Jesus Christ our Lord. 2 തെസ്സലോനി 2:14 അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷം നിമിത്തം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. In chapter 2 Thessalonians chapter 2 verse 13, God has chosen you from the beginning for salvation through sanctification by the Spirit and faith in the truth. Praise the Lord. Hallelujah. ഇനി ഇവിടെ ടെസ്റ്റിമണി പറയാൻ നേരത്ത് നമ്മുടെ മോൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. കേട്ടായിരുന്നോ? ഇതെല്ലാം കൂടെ ചേർത്താ പറയാം, ഈ വിളിയെ ഒരുമിച്ച് പീറ്റർ പറഞ്ഞേക്കുന്ന പേരാ, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. Amen. We have to be certain about our calling. His calling is a precious calling, and he called us by his own glory and excellence. അങ്ങനെയെങ്കിൽ 2 കാര്യം, ഫെയ്ത്ത് കിട്ടി, കോള് കിട്ടി. And we received 2 precious things, precious faith and precious call. ഇനി 3-ാമത്തെ വാക്യം നോക്കിയേ, വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി എന്നൊരു പ്രയോഗം കണ്ടോ? അവന്റെ ദിവ്യശക്തി. We can see his divine power. എന്ന് പറഞ്ഞാൽ 3-ാമത് നമുക്ക് കിട്ടിയതല്ല, അവന്റെ ദിവ്യശക്തി. We all are received his divine power. അത് അവന്റെ ദിവ്യശക്തി വിവരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, രക്ഷിക്കപ്പെട്ട ഒരുവനിൽ ത്രിയേക ദൈവം വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. The divine power which is explaining that if a person is born again, then this almighty God is living in him. മറക്കാതിരിക്കണം, ഫെയ്ത്ത് കിട്ടി, വിളി കിട്ടി, ഡിവൈൻ പവർ കിട്ടി. 3-ാം വാക്യത്തിനകത്ത് തന്നെയുണ്ട് ദിവ്യശക്തി. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകി. And we can see through that divine power he has given to each one of us his own glory and excellence, and he gave precious promises. അങ്ങനെയെങ്കിൽ 4-ാമത് നമുക്ക് കിട്ടുക എന്നാണെന്നറിയാമോ? precious and magnificent promises. Amen.
The fourth thing which we all are given is precious and magnificent promises. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മാഗ്നിഫിഷൻ്റ് എന്നുള്ളത് മെഗാ എന്ന വാക്കിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് പറയാനായിട്ടില്ല. ദൈവം നമുക്ക് വിശ്വാസം നൽകി, ദൈവം നമുക്ക് വിളി നൽകി, ദൈവം നമുക്ക് ശക്തി നൽകി, ദൈവം നമുക്ക് അതിമഹത്തായ പ്രോമിസ് നൽകി. Last week I explained that magnificent is the superlative of mega. So God has given to each child of God precious faith, precious call, and a divine power, and precious and magnificent promises. ഇനി നാലാമത്തെ വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്. അവൻ്റെ ദിവ്യശക്തി നമുക്ക് നൽകിയെന്ന് മാത്രമല്ല, വിലയേറിയ വാഗ്ദത്തം നൽകിയെന്ന് മാത്രമല്ല, അതിന് അവസാനം വായിക്കുന്ന കണ്ടോ, ഇവയാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അഞ്ചാമത് കിട്ടിയത് തന്നെ ഡിവൈൻ നേച്ചർ. Fifth virtue which we are all given is the divine nature. ഇനിയും ദൈവസഭ ഒരുമിച്ചൊന്ന് ചേർന്ന് പറഞ്ഞേ, ഇത്രയും കിട്ടാത്ത ആരും ഇന്നിവിടെ ഇരിപ്പില്ല. മനസ്സിലാവുന്നോ? നമുക്ക് വിശ്വാസം കിട്ടി എന്ന് പറഞ്ഞാൽ രക്ഷ കിട്ടി, വിളി കിട്ടി, പ്രോമിസ് കിട്ടി, ശക്തി കിട്ടി. ഇതെല്ലാം പോരാഞ്ഞിട്ട് അവന്റെ സ്വഭാവവും നമുക്ക് കിട്ടി. We are sitting here, none of us are missing any of these virtues. We all have received this precious faith firsthand, and we all received that precious call, and we all are given the divine nature, and we all are provided with that precious and magnificent promises, and we all are given the divine nature. ഇനി അതിന്റെ കണ്ടന്റിലേക്ക് വരാൻ പോവാ. ദൈവസഭ ശ്രദ്ധിച്ചു കേട്ടോണം. And so we are going to go to the content. ആദ്യത്തെ 4 വാക്യങ്ങളുടെ ചുരുക്കം എന്നാണെന്നറിയാവോ? The summary of the first 4 verses. ഒരുവൻ ആത്മീയനായിട്ട് ജീവിക്കാനുള്ള സകല റിസോഴ്സസും ദൈവം തന്റെ ഭാഗത്തുനിന്ന് തന്നു കഴിഞ്ഞു. God has provided all the things which a believer needs to live a spirit-filled life. God has already provided. ആ 3-ാം വാക്യത്തിനകത്ത് കണ്ടോ, ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും. He has provided everything pertaining to life and godliness. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഒരുവന് ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമായ വിളിയും, ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമായ വിശ്വാസവും പ്രോമിസും ശക്തിയും നേച്ചറും എല്ലാം തന്നു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. God has already provided to each one of us to live a godly life. He has provided us the faith and the call and the divine power and His promises and a divine nature provided to each one of us to pertaining to life and godliness. ഇനി എന്നെ കേട്ടെ, അതുകൊണ്ട് എനിക്ക് ആത്മീയനായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് എക്സ്ക്യൂസേ അല്ല. If anyone is saying that I am unable to live a spirit-filled life, that is not at all an excuse. ഇത്രയും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് എൻ്റെ പൊന്നുപദേശി, എന്നെ കൊണ്ട് ആത്മീയനായിട്ട് ജീവിക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? When we understand these 5 things, are we able to say that I am unable to live as a spirit-filled person? അല്പം കൂടെ ഡീപ്പായിട്ട് പറയാം. ഈ മേളി പറഞ്ഞ 5 കാര്യം ഉണ്ടല്ലോ, ഈ 5 കാര്യത്തിൽ ഒരെണ്ണമായിട്ട് ആർക്കും കിട്ടുകയില്ല. കിട്ടുകയാണെങ്കിൽ 5 ഉണ്ട്. When we are born again, we are not provided with only one promise, but we are being provided all the 5 things which I explained. ഈ 5 കാര്യം ഇല്ലെങ്കിൽ ഓർത്തോണം, ഇന്ന് വരെ നിങ്ങൾ ക്രിസ്തുവിലായിട്ടില്ല. Amen. If we are missing any one of these, then be remindful that you are not truly born again. അവനോട് തന്നെ ഒന്ന് ഞാൻ അതിലേക്ക് വരിക, അല്പം ഹാർട്ട് പെനിട്രേറ്റിംഗ് സെർമണിലേക്ക് വരിക. അവനവന്റെ ആത്മാവിനോട് തന്നെ ചോദിച്ചു നോക്കിയേ, ഈ പ്രഷ്യസ് ഫെയ്ത്ത് കിട്ടിയായിരുന്നോ? Hallelujah. Let us examine ourselves. Do we receive that precious faith? ആ കോൾ കിട്ടിയായിരുന്നോ? Did we receive that call? ആ ശക്തി കിട്ടിയായിരുന്നോ? Do we have that divine ആ power? നേച്ചർ കിട്ടിയായിരുന്നോ? Do we have that ആ divine nature? മെഗായുടെ മേളിലുള്ള ആ മാഗ്നിഫിഷ്യന്റ് പ്രോമിസ് കിട്ടിയായിരുന്നോ? Are we received that precious and magnificent promises? കിട്ടിയെങ്കിൽ even one excuse for not living a godly life. Then we do not have at least one excuse to live like a spirit-filled man. ഒറ്റ എക്സ്ക്യൂസ് പോലും ഇല്ല. There is none. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ പാക്കേജ് ഡീലിനകത്ത് 5 കാര്യമുണ്ട്. ഉണ്ടെങ്കിൽ 5 ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല.
This package has 5 promises, and if you have that package received, you received all in one. But if you are lacking at least one of these, you didn't receive that package at all. അതുകൊണ്ട് എന്നെ കൊണ്ടൊക്കെയല്ല എന്ന് പറയുന്ന പരിപാടി ക്രിസ്ത്യാനിറ്റിയിലില്ല. മനസ്സിലാവുന്നോ? So there is nothing impossible, or we cannot say that I am unable to live like a spirit-filled man in a true Christianity. ഞാൻ ഇടയ്ക്ക് പറയുന്നല്ലോ, ഇത് കേൾക്കുമ്പോഴല്ലേ സ്തോത്രം പറയണ്ടേ? അതെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. Hallelujah. Praise അതോ the Lord. ഞാൻ കുറച്ചുകൂടെ ഉറക്കെ പറയണോ? Amen. Hallelujah. ഞാൻ ഉപദേശി പറഞ്ഞതല്ലേ എന്നെങ്കിലും ഓർത്തൊരു സ്തോത്രം പറഞ്ഞു. Praise the Lord. Hallelujah. അതോ ഇനി ഇവിടെ ആർക്കും ലോട്ടറി അടിക്കേണ്ടവരില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടം പോലെ അടിച്ചിട്ടില്ലേ? ഇനി ആർക്കെങ്കിലും വേണോ? Stotram, stotram. സ്തോത്രം. എൻ്റെ സങ്കടം കൊണ്ട് ഞാനങ്ങ് പറയുന്ന. Hallelujah. Hallelujah. Praise the Lord. Praise you, Jesus. ഇത്ര 5 റിസോഴ്സസ് കർത്താവ് നമുക്ക് നൽകിയ രക്ഷാ പാക്കേജിനകത്തുണ്ട്. The salvation package which our Lord Jesus provide to each one of us has these 5 virtues. ഇനി 5-ാം വാക്യം തുടങ്ങുന്നുണ്ട്, എത്ര മനോഹരമായിട്ടാണെന്ന്. And Now, അത് നിമിത്തം, ഏത് നിമിത്തം? ഈ 5 കാര്യം തമ്പുരാൻ ഒരു പാക്കേജ് ആക്കി എൻ്റെ കയ്യിൽ തന്നേക്കാണ്. അത് നിമിത്തം. we can see verse 5 begin like this. Now, for this very reason. What is the reason? These 5 virtues are given to each one of us as a package. And so, for this very reason. അതുകൊണ്ട് അമേരിക്കയിലാണേലും ഇന്ത്യയിലാണേലും രക്ഷിക്കപ്പെട്ട ഒരുവന് ഈ 5 റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് അടുത്തത് കണക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് നിമിത്തം. Amen. Though you are in United States of America or you are in other country, it doesn't matter. You are received a package of salvation, and therefore that is what it is begin in verse 5. അതുകൊണ്ട് കേട്ടോ, അനാത്മീയനായിട്ട് ജീവിക്കാൻ ഒരു എക്സ്ക്യൂസും ഇല്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഈ 5 കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങളും ജാതികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. If you are not truly born again, then you cannot live. You do not have any of these 5 virtues which I mentioned, and you are not supposed to live like a spirit-filled man. You will be same like a worldly man. ഇനി 5 മുതൽ 7 വരെ വായിച്ചു നോക്കിയാൽ വായിക്കാൻ നല്ല രസമുള്ള പ്രയോഗമല്ലേ എഴുതിയേക്കുന്നേ. And verses 5 through 7 is beautiful verses we can see. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് Hallelujah. പരിജ്ഞാനം, Hallelujah. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദര സ്നേഹം, സഹോദര സ്നേഹത്തോട് സ്നേഹം. കൂട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? Add up. ആഡ് ചെയ്യണം. NASB ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ലാവിഷ്ലി എന്നൊരു പദമാണ്. Hallelujah. അതിന്റെ അർത്ഥം എന്നാ? Hallelujah. ഇച്ചിരി കൂട്ടിയാ പോരാ, എത്രയും കൂട്ടാവോ അത്രയും കൂട്ടണം. And we can see verses 5 through 7, we can see certain virtues we have to add up. ഫോർ ദിസ് റീസൺ For this very reason. എന്ന് പറഞ്ഞിട്ട് 7 കാര്യം നമ്മുടെ ഉത്തരവാദിത്തം പറഞ്ഞേക്കുക. ഇത് വർദ്ധിപ്പിക്കണം. And 7 responsibilities we can see we need to increase. ആ കൂട്ടിക്കൊള്ളുവിൻ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ താഴത്തെ ഭാഗം പറയാം, എങ്കിലും ഓരോ വാക്ക് പറഞ്ഞു വിടാം. And I am not going to explain. ഈ കൂട്ടിക്കൊള്ളുക എന്നതിൻ്റെ ആ പ്രയോഗം കണ്ടോ? സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മേക്ക് മാക്സിമം എഫോർട്ട്. And we can see here you have to add these virtues. That means we have to make every effort. Make every possible effort. Amen. Make every possible effort. എന്ന് പറഞ്ഞാലേ ഈ അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം കൂട്ടിക്കൊള്ളുക, അത് ലേസി എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വേർഡാണ്. Laziness, just opposite is adding or workout. ഡിലിജൻസ് ആയിട്ട്. Amen. With the diligence. എന്തെല്ലാം നിലയിൽ ലാവിഷായിട്ട് കൂട്ടാവോ അത്ര എഫർട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. We have to work diligently, or we have to have a certain diligent action from our side. എന്ന് പറഞ്ഞാലേ സ്പിരിച്വാലിറ്റിയിൽ ലെറ്റ് ഗോഡ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. In spirituality, there is no let go phrase will exist. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമാണ്,
സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ളത് ഓവർനൈറ്റ് ഇവന്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. And also, spiritual growth is not an overnight process, it is a process. ആരെങ്കിലും വൈകിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ആത്മീയനായി, അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Have you ever seen a person who went to sleep one night and woke up as a truly spiritual man? ഇവിടുത്തെ അർത്ഥം കണക്ഷൻ വിട്ടു പോകരുത്. ഈ റിസോഴ്സസ് കർത്താവ് തന്നേക്കുന്നത് കൊണ്ട്. We never forget the relationship between these verses, since God provided us these ആ resources. 5 കാര്യത്തിനും നമ്മൾ മുതൽ മുടക്കിയതല്ല. We haven't spent anything to receive all those 5 resources. എന്ന രണ്ടാമത്തെ കാര്യത്തിനകത്ത് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് ഈ 7 ക്രിസ്ത്യൻ വെർച്യൂസ് നിങ്ങൾ വളർത്തണം. But in the second 5 through 7, we are being given certain responsibilities. We have to diligently work hard to increase that responsibility. അവിടെ കൂട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. സകല മടിയും കളഞ്ഞ് എന്തെല്ലാം ഉത്സാഹം ചെയ്യാമോ അത്രയും ഉത്സാഹിച്ച് ആത്മീയരാകുവീൻ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. We have to give up all the laziness and we have to diligently work in order to be a spiritual man, or work in order to have a Christian virtue. അടുത്തൊരു സെന്റൻസ് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യരുത്, പിന്നാലെ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Next verse, you should not misunderstand. You can go spiritually as much as you want to grow. You can grow spiritually Amen. as much as you want to grow. You can grow spiritually as much as you want to grow. എന്ന് പറഞ്ഞാലേ അല്പം കൂടെ ഒരു ശ്രദ്ധ വന്നേ. നമ്മളെ പറ്റി പറഞ്ഞേക്കുന്ന സ്പിരിച്വൽ വളർച്ചയുടെ മാക്സിമം എന്താണെന്നറിയാമോ? Do you know what is the maximum spiritual growth of each one of us? Become like Christ. Christ. The threshold is becoming like Christ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും വളർന്ന ആരെങ്കിലും ആകാശത്തിന് കീഴിലുണ്ടോ? No one who reached up to like Christ, no one is able to live on this earth. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Is there anyone living on this earth who is becoming like Christ? ഇല്ല. No. പിന്നെ എന്തിനാ അങ്ങനെ ഒരു അൺഅറ്റൈനബിൾ മെഷർമെന്റ് വന്നേക്കുന്നേ? If that is so, why we are given such an unattainable requirement? ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എത്ര ആത്മീയനായാലും തൃപ്തനാകരുത്, The meaning വീണ്ടും വളരണം. അതുകൊണ്ടാ കൂട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ലോവിഷ്ലി, സമൃദ്ധിയായി എത്രയും വളരാമോ, എത്രയും കൂട്ടാമോ, എത്രയും കർത്താവിനെ പോലാകാമോ അത്രയും. do not ever be satisfied in your spiritual growth. That is the reason Apostle is exhorting that we need to add, or we need to grow, and we need to work diligently and abandoning all laziness. Spiritual growth is not accidental, it is always intentional. Amen. Spiritual growth should be intentional. It should not be an accidental process. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ആത്മീയനാകത്തില്ല. ദൈവം തന്ന വിശ്വാസത്തോട് വീര്യം കൂട്ടണം. Amen. That's why spiritual growth is not by accidental. It should be intentional. We need to add up certain faith supply. We need to add diligently moral excellence. ഞാൻ തുറന്നു പറയാമല്ലോ, ഞാൻ നേരത്തെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? I was not clear what is the meaning of adding to your faith moral excellence. പിന്നീട് ദൈവത്തിനോട് മനസ്സിലായി. എന്ന് പറഞ്ഞാലേ വീര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ NASB നല്ല മനോഹരമായിട്ടാ, വിശ്വാസം എക്സലന്റ് ആകണം. മനസ്സിലാവുന്നോ? അതായത് നമ്മളൊരു ഫീൽഡിൽ കൂടെ പോയപ്പം ആ ഫീൽഡ് കൃഷി ഇറക്കി വെക്കുക, അത് എപ്പോഴാണ് എക്സലന്റ് ആകുന്നേ? അതിൻ്റെ ആ ഹാർവസ്റ്റ് ആകുമ്പോഴാണ്. റൈറ്റ് എന്ന് പറഞ്ഞ പോലെ വിശ്വാസം എക്സലന്റ് ആകുക എന്ന് പറഞ്ഞാൽ വിശ്വാസം കർത്താവിനെ പോലെ വളരുക എന്നാണ് അതിൻ്റെ അർത്ഥം. When we go through a paddy field, we can see that paddy field will be at the peak when it is the harvest time. Similarly, when we have the faith will become an excellent faith. At that time we will get that virtue. ഇനി അങ്ങനെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? വകതിരിവ്,
കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ആ വീര്യം കൂടി കഴിയുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് പരിജ്ഞാനം ഉണ്ടാവും. പരിജ്ഞാനം വർദ്ധിക്കണം. Amen. When we increase our moral excellence, when automatically our knowledge or wisdom will increase. പരിജ്ഞാനം കർത്താവിനെ പറ്റി വർദ്ധിച്ചു കഴിയുമ്പം നമ്മുടെ ഈ ഭൂമിയോട് സ്നേഹമുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെ മരിപ്പിക്കാനായിട്ട് കഴിയും. True knowledge will increase the true love towards God, which will help each one of us to have a self-control. അങ്ങനെ ഇന്ദ്രിയ ജയം അത് ഒരു ദിവസത്തേക്കല്ല, എപ്പോഴും സ്ഥിരത വേണം ആ കാര്യത്തിനകത്ത്. And self-control not even for a day or for a specific situation, but it should be steadfast. എൻ്റെ കേൾവി എപ്പോഴും ഞാൻ സൂക്ഷിക്കണം. I need to control or guard my hearing. എൻ്റെ കണ്ണ് എപ്പോഴും ഞാൻ സൂക്ഷിക്കണം. I need to guard, have a control over my eyes. എൻ്റെ നാക്ക് എപ്പോഴും ഞാൻ I സൂക്ഷിക്കണം. need to control my tongue all ഈ the time. ഭൂമിയോട് ബന്ധപ്പെട്ട എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ആ ജയത്തിൽ സ്ഥിരത വേണം എന്ന്. അതെങ്ങനെയാ? ഈ പ്രോസസ്സിംഗ് വന്നാൽ മാത്രമേ ആവുള്ളൂ. If we continue, if we add or if we are inside this process, then only we will be having a steadfast self-control. ഇന്ദ്രിയജയം, ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ഇത്രയാണെങ്കിൽ പിന്നെ ഗോഡ്ലിനെസ് എന്നതിന് ഒരാൾ കൊടുത്ത വ്യാഖ്യാനം ഇതാണ്: ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. അതാ ഗോഡ്ലിനെസ്. Amen. Godliness, then automatically that character of God will reflect from a child of God. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ സഹോദര പ്രീതി ഉണ്ടാവും. Amen. If all these virtues added up, then automatically brotherly kindness will come. ആ സഹോദര പ്രീതി എന്ന് പറഞ്ഞ അർത്ഥം അറിയാം. ദൈവമക്കൾ തമ്മിലുള്ള എന്താ? The kindness between children of God. അത് അന്യോന്യം ഇഷ്ടപ്പെടാൻ പറ്റും. കാര്യം ഒത്തിരി ക്വാളിറ്റി ഉണ്ടല്ലോ. And there are a lot of qualities to be loved or to love others. സഹോദര പ്രീതിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? സ്നേഹം. And the next step of brotherly kindness is love. സഹോദരനായതുകൊണ്ട് സ്നേഹിക്കാം. We can love since he is a brother. പക്ഷെ ലാസ്റ്റ് വേർഡ് സ്നേഹം എന്നുണ്ടല്ലോ, പാപികളെ സ്നേഹിക്കണം. And we have to love sinners. കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. Like Jesus loved. ഈ 7 കാര്യം ക്രിസ്ത്യൻ വെർച്യൂസ് ആണ്. These 7 things are Christian virtues. ഇനി കണക്ട് ചെയ്തേ. 5 റിസോഴ്സസ്. 5 resources are provided. അത് നിമിത്തം 7 ക്രിസ്ത്യൻ വെർച്യൂസ്. Since there are 5 resources, there are 7 responsibilities. 8-ാം വാക്യം എങ്ങനെ തുടങ്ങുന്നത് നോക്കിയേ. Look at the verse 8, how it starts. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. For if these qualities are yours and are increasing. എന്ന് പറഞ്ഞാലേ വിശ്വാസത്തിന്റെ വീര്യം വീണ്ടും എക്സലന്റ് ആണ്. Again we have to increase from faith to more പരിജ്ഞാനം excellence. വീണ്ടും കൂടണം. And knowledge should be increased. ഭക്തി വീണ്ടും കൂടണം. Godliness should be increased. സഹോദര സ്നേഹം വീണ്ടും കൂടണം. Brotherly kindness should ഇത് be increased. ഡെയിലി നിങ്ങളിൽ ഉണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. If these qualities are yours and if it is increasing daily. വർദ്ധിക്കുക എന്നുള്ളതിന്റെ ഒറിജിനൽ മീനിങ് എന്നാണെന്നറിയാമോ? അബൗണ്ട് ടു ദ പോയിന്റ് ഓഫ് ഓവർഫ്ലോയിങ് എന്നാണ്. Amen. എന്ന് Hallelujah. പറഞ്ഞാൽ നിറഞ്ഞു കവിയുന്നു എങ്കിൽ. Increasing, the original word meaning is abounding or overflowing. ആ Hallelujah. വാക്യത്തിലേക്ക് തന്നെ നോക്കിയേ. അവിടെ നിന്ന് ഒരു 3-4 കാര്യം പറഞ്ഞു. അതാണ് ഞാൻ വാസ്തവത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. Amen. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. 8-ാം വാക്യം ഒരു നെഗറ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നേരെ തിരിച്ചിട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഈ 5 റിസോഴ്സസും 7 ക്രിസ്ത്യൻ വെർച്യൂസും നമ്മിൽ വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായിരിക്കും. Amen. If we change that negative connotation in verse 8, if these qualities, virtues are yours and are increasing, then you will be fruitful and you will be useful in the true knowledge of our Lord Jesus Christ. ഞാൻ പറഞ്ഞല്ലോ, അതിനെ പോസിറ്റീവായിട്ട് വായിച്ചാൽ എത്ര അനുഗ്രഹമല്ലേ ആ വാക്യം. Amen. അത് Hallelujah. Hallelujah. തിരുവെഴുത്ത് നെഗറ്റീവായിട്ട് പറയാൻ കാര്യം നമ്മളൊന്ന് നിന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. Amen. The verse is here represented in a negative connotation because we want to stop, pause and think about it. റിസോഴ്സസും റെസ്പോൺസിബിലിറ്റി വർദ്ധിച്ചു വരുമ്പം ദൈവത്തിന്റെ ആത്മാവ് എഴുതിയേക്കുക, ഇങ്ങനെ നിങ്ങൾ വർദ്ധിച്ചു വന്നാൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും, നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കും. If we are provided with these resources and if you are keeping all the responsibilities, then a child of God will be useful and fruitful. യൂസ്ലെസ്
എന്നും അവിടെ ഉപയോഗിച്ചേക്കുണ്ടോ യൂസ്ലെസ് ആൻഡ് അൺഫ്രൂട്ട്ഫുൾ എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. Here it has been represented useless and unfruitful. ആ യൂസ്ലെസ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഎഫക്റ്റീവ് ആൻഡ് ബാരൻ എന്നൊക്കെയാണ്. Useless, another meaning is barren or ineffective. ഇനി നമുക്ക് അതിനെ നെഗറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. Let us think in a negative ഈ thing. റിസോഴ്സസ് വർദ്ധിക്കുന്നില്ലെങ്കിലോ, If these resources are not responsibilities are not increasing, സോറി ഈ റെസ്പോൺസിബിലിറ്റി, താങ്ക് യു, responsibilities are not increasing. ഒന്നുകൂടെ എന്നെ നോക്കിയേ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഇച്ചിരി ഞാനിത് ഈ ഒരാഴ്ച മുഴുവൻ ഈ വാക്യമായിട്ടിരിക്കുമായിരുന്നു. Hallelujah, hallelujah. 5 റിസോഴ്സസ് കർത്താവ് ദാനം നൽകി. 5 resources are provided as a grace. 7 വെർച്യൂസ് ഡെയിലി വളരണം. 7 responsibilities or 7 virtues daily we need to എല്ലാം work അവന്റെ on. റിസോഴ്സിൽ നിന്നാണ്. We need to work on those resources. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം വായിക്കുന്നില്ലേ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളെ തിരുവള്ളം ഉണ്ടായി ചെയ്യുന്നത്. മീൻസ് കർത്താവാണ് ഇതെല്ലാം സഹായിക്കുന്നത്. But in Philippians it is represented as it is his will. He actually help us to will and to do his plan. ഇത്രയും കാര്യം കർത്താവ് തന്നിട്ടും വിശ്വാസം വീര്യം കൂട്ടുന്നില്ലെങ്കിൽ, ഭക്തിയോട് സഹോദരപ്രീതി വരുന്നില്ലെങ്കിൽ, അതിനോട് സ്നേഹം വളരെ എന്താ പറയുക ഇൻക്രീസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, നമ്മളെ കർത്താവ് വിളിക്കുന്നത് എന്നാണെന്നറിയാമോ? Useless. ബാരൻ, Amen. യൂസ്ലെസ്, unfruitful. Hallelujah. Since these resources are provided, still if we are not working out, if we are not responsible, we are being called by our God as useless or barren or unfruitful. Accomplishing nothing. Amen. Hallelujah. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയേ, Hallelujah. പുതുവർഷത്തിന്റെ ആരംഭമല്ലേ? Hallelujah. കഴിഞ്ഞ ആഴ്ചത്തെ സർവം കേട്ടിട്ട് തന്നെ പല ആളുകളും വിളിച്ചു പറഞ്ഞു ഒത്തിരി സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. Hallelujah. പക്ഷേ ഈ ആഴ്ചത്തെയോ? Let us examine ourselves because it is a beginning of a new year. Let us examine. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പീറ്റർ പോളിനെക്കായിട്ട് സ്ട്രോങ് ആയിട്ട് എഴുതിയേക്കുന്നതെന്ന്. Amen. Peter was writing everything such a strong way, stronger than Paul. പീറ്റർ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ആത്മാവിൽ എഴുതി വെച്ചെന്നറിയാമോ? വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരണം, എക്സലന്റ് ആകണം. From his own personal experience, Peter was explaining from faith, we have to diligently work to have a moral excellence. പക്ഷെ സങ്കടം കൊണ്ട് പറയട്ടെ, നമ്മുടെ ഇടയിലും എന്നെ തന്നെ നോക്കി പറയുക, നമ്മളെ പലരും യൂസ്ലെസ് ആണ്, ബാരനാണ്, അൺഫ്രൂട്ട്ഫുൾ ആണ്. ദൈവം നൽകിയ റിസോഴ്സിനെ പറ്റി ഒരു കൺസേൺഡും ഇല്ല. We are accomplishing nothing. Amen. But still with pain in my mind, I would like to say that we are all living such an unfruitful way because even though such a great resource is provided, we are so unresponsible. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പ്രസംഗം കേൾക്കുമ്പോൾ കൈയടിക്കാൻ ആരെ കൊണ്ടാ പറ്റാത്തെ? When we listen to soothing messages, who else cannot clap their hands for their messages? ഞാൻ ഇന്നത്തെ സ്റ്റാറ്റസിനകത്തും ഫേസ്ബുക്കിനകത്തും ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്തിട്ടുണ്ട്. Today in my social media status Facebook, I shared a testimony. ഇന്ന് രാവിലെ ഞാൻ കേട്ട കാര്യമാണ്. Today morning I heard ഒരു സഹോദരി മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ഒരു നിയോ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ പോയി. എന്നിട്ട് ആ സഹോദരി ഏറ്റവും അവസാനം പറയുക, എന്നും ഇത് കേൾക്കും, വീട്ടിൽ പോലും ഒന്നും നടക്കുന്നില്ല. One woman went to a motivational speech class and every day that type of church, and she was saying that every day I am hearing but nothing is happening. നിങ്ങൾ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് മാത്രമേ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നുള്ളൂ, കേൾവിക്കാരൊന്നും അങ്ങനെ. When you examine prosperity preachers, when you look through, prosperity preachers are becoming very prosper, but the listeners are becoming poor. ബൈബിളിന്റെ സന്ദേശം ഹെൽത്ത്, വെൽത്ത്, പ്രോസ്പെരിറ്റി അല്ല. അതല്ല ബൈബിളിന്റെ സന്ദേശം. The message of Bible is not health, wealth and prosperity. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയ ബൈബിൾ അതിനെതിരല്ല. When you work hard, you can make പക്ഷേ money. ബൈബിളിന്റെ പർപ്പസ് അതല്ല. The purpose of Bible is not making you rich. ഈ 7 വെർച്യൂസ് വർദ്ധിക്കണം. The Bible's purpose is to have നമ്മൾ യൂസ്ഫുൾ increase. ആകണം, നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണം. We have to be fruitful and we have to be useful. ബാരനാകരുത്, അൺഫ്രൂട്ട്ഫുൾ ആകരുത്. We should never be barren or we should never be unfruitful. Praise the Lord. Hallelujah. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് 8-ാം 9-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഒരു ഫലം ഇല്ലാത്തവരോട് ഒരു ആത്മപരിശോധന നടത്തിക്കോ, അറിവില്ലാത്തവനോ കുരുടനത്രേ. That person is compared to verse 9.
those who lacks these qualities is blind or short-sighted. ഷോർട്ട് സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ വാക്യം. I will explain that short-sighted. That word I need to explain more later. ഈ 9-ാം വാക്യത്തിൽ അങ്ങനെയുള്ളവൻ അപ്പോസ്റ്റസിയിലാണെന്ന് അർത്ഥം. Verse 9 very clearly states that such a person is living in an apostasy. അങ്ങനെയുള്ളവൻ വിശ്വാസത്യാഗിയാണെന്ന് അർത്ഥം. He is actually rejecting or annulling the faith. അതാ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുവോ അതോ അപ്പോസ്റ്റസി ആയി പോവോ? That is the reason Lord mentioned that when the Son of Man arrives, whether he finds faith on this earth. നമ്മുടെ ലോക്കൽ ചർച്ചുകൾ അപ്പോസ്റ്റസിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. We need to examine whether our local churches are going back to apostasy. 9-ാം വാക്യം പിന്നെ ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. 10 നമുക്ക് കാണാൻ അറിയുന്ന വാക്യ. Amen. റിസോഴ്സസ്, റെസ്പോൺസിബിലിറ്റീസ്, റിവാർഡ്. ഇത് മനോഹരമായിട്ട്, അതുകൊണ്ട് പർപ്പസ്ലോസ് ആയിട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് പീറ്റർ റെസിപ്പിനോട് പറയാ, ഇത്രയൊക്കെ ആയില്ലേ, ദൈവം നിങ്ങളെ വിളിച്ചെന്നും തെരഞ്ഞെടുത്തെന്നും കൊണ്ട് അതിന് വല്ല ബോധമുണ്ടോ? അങ്ങനെ വല്ല ചെയ്തിട്ടുണ്ടോ കർത്താവ്? Peter was asking here in verse 10, are you diligent about your calling and your choice? അതൊരല്പം 2 മിനിറ്റ് പറയണം, ശ്രദ്ധിച്ചേ. ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യം കർത്താവിനറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റൈറ്റ്? If I am born again, God already knew that. ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യം എനിക്കറിയാവോ? Am I aware that I am a born again person? അതാണ് വാക്യം. That is explained here. റിസോഴ്സസ് ഫ്രീ ആയിട്ട് തന്നു. He was provided വെർച്യൂസ് resources freely. വർദ്ധിക്കണമെന്ന് പറഞ്ഞു. We need to work hard. വർദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുടനാണെന്ന് പറഞ്ഞു. If you are not working diligently, എന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചേക്കുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഇന്ന് അവിടെ ഇരുന്നോണ്ട് തന്നെ അവനോട് തന്നെ ചോദിച്ച, കർത്താവ് എന്നെ വിളിച്ചും തെരഞ്ഞെടുത്തുമാണോ എന്ന്. Let us examine ourselves whether he called. Are we aware of his calling and his choice? ഇവിടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത്, don't judge others, judge ourselves. Do not judge others about their calling, but judge ourselves about our calling. നാം എല്ലാവരും അവനവന്റെ കണക്ക് കൊടുക്കാൻ അവിടെ നിൽക്കേണ്ടത് അല്ലേ? അയലോക്കംകാരന്റെ കണക്കായിരുന്നെങ്കിൽ എത്ര എണ്ണം പറയാനും നമുക്ക്. We all each one should give account of himself. Amen. We need to stand in the judgment seat to give an account of ourselves. Praise the Lord. Hallelujah. ഈ വചന കേൾവിയിൽ വിളിയും തെരഞ്ഞെടുപ്പും ഒന്ന് ചിന്തിക്കാവോ? Let us examine ourselves about our calling and our selection. ദൈവം എന്നെ വിളിച്ചിട്ടും തെരഞ്ഞെടുത്തിട്ടും ഉണ്ടെന്നുള്ളതിന്റെ മീനിങ് ഈ കോണ്ടെക്സ്റ്റിൽ എന്നതാ? What is the context? What is the meaning of the calling based on this context? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ വെർച്യൂസ് എന്നിൽ ഉണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ ആ കർത്താവ് എന്നെ വിളിച്ചതുമാണ്. ഇനി ഈ വെർച്യൂസ് എന്നിൽ ഉണ്ടായി വർദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അപ്പോസ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ജാതികളുടെ കൂട്ടത്തിലാണ് പെടേണ്ടവനാണ്. If we are diligently working and increasing in these Christian virtues, then his calling and selection is sure. But if you are not growing or if you are unbarren, then you are in a state of apostasy. 2 Corinthians ഇപ്പോൾ ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. In 2 Corinthians, author is asking, are you living in faith? You have to examine yourselves. ഈ 10-ാം വാക്യം ഒരു മനോഹരമായിട്ടൊരു ഭക്തൻ വ്യാഖ്യാനിച്ച് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. The believer, ശ്രദ്ധിച്ചോണം, the believer who pursue the spiritual qualities mentioned above, ഏതാ അതാ 7 കാര്യം, guarantees to himself by spiritual fruit that he was called and chosen. മനസ്സിലായോ? ആ 7 കാര്യം നമ്മിലുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ നാം നമുക്ക് തന്നെ ഉറപ്പുവരുത്തുകയാണ്, ഐ ആം കോൾഡ് ആൻഡ് ചോസൺ. ഇല്ലെങ്കിലോ? If we are working out diligently and increasing in all those 7 virtues mentioned in those verses, then we can assure that we are in the Christian virtue and we are growing. എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ
ഒരു വിശ്വാസിയിൽ വർദ്ധിക്കുന്നു എന്ന് അവന് തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് 10-ാം വാക്യം എഴുതിയേക്കുന്നത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവീൻ. And we have to be more diligent to make certain about the calling and choosing you by examining yourselves whether you are growing in those 7 virtues. ദൈവികമായ യാതൊരു ആഗ്രഹവും എനിക്കില്ലെങ്കിൽ നിങ്ങൾ പറ, എന്നാ ഉത്തരം? If you are not having any of those Christian virtues, Any desire about God. any desire about God, then think where are you sitting? ഹോളിനെസിനെ പറ്റി ഒരു ചിന്തയില്ലെങ്കിൽ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടോ? പറഞ്ഞു. Think whether you do not have any care about holiness. Are you aware of his calling and choice? ഇനി 11-ാം വാക്യം എല്ലാം കണക്ഷൻ എങ്ങനെ തുടങ്ങുന്ന നോക്കിയാ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ? Practice these things, then that is how it is starting that verse 11. 7 വെർച്യൂസ് വളർത്തിയാൽ, In this way, ഫ്രൂട്ട്ഫുൾ ആയാൽ, യൂസ്ഫുൾ ആയാൽ, Hallelujah. വിശ്വാസവും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ, 10-ാം വാക്യം തുടങ്ങാണ്, ഫോർ ഇൻ ദിസ് വേ, ഇങ്ങനെ ചെയ്താൽ. Amen. We can see it verse 11, for in this way the entrance. ഇങ്ങനെ ചെയ്താൽ 11-ാം വാക്യം പറഞ്ഞ പെട്ടെന്ന് നിർത്താം. നിങ്ങൾ ഒരു നാളും നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഇപ്പം ബൈബിളിന്റെ എക്സ്പോസിഷൻ മനസ്സിലായില്ല. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. For as long as you practice these things, you will never stumble. For in this way, the entrance into the eternal kingdom of our Lord and Savior Jesus Christ will be abundantly supplied to you. Abundance entry അവിടെ ഉപയോഗിച്ചേക്കുന്ന അതിന്റെ 1-2 ട്രാൻസ്ലേഷൻ ഓണറബിൾ എൻട്രി എന്നാണ്. ഓണറബിൾ എൻട്രി. That abundant, that explains an honorary entrance to his resources we will be. നിർത്താൻ പോവാ. ബൈബിൾ എല്ലാവരും അടച്ചു. ഇനി ബൈബിൾ വായിക്കുന്നില്ല. ഒരു ഭക്തൻ ഈ രാജ്യത്ത് ജീവിച്ചു മരിച്ചപ്പോൾ, ഒരു ഭക്തൻ, one man of God who lived on this country and died. അദ്ദേഹം ഒത്തിരി ആളുകളെ കർത്താവിലേക്ക് നടത്തുകയും ഗോസ്പൽ പ്രീച്ചർ ആയിരുന്നു. He was a gospel preacher. He turned many to Christ. ഈ വാക്യമൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു കാർട്ടൂണിസ്റ്റ്, one cartoonist who is well aware of these verses. ഈ അബണ്ടൻസ് ഓണറബിൾ എൻട്രി ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കാർട്ടൂണിസ്റ്റ് ഒരു കാർട്ടൂൺ വരച്ചു. He drew a cartoon who know the honorary entrance. ഈ മനുഷ്യൻ ഒരു എൻട്രൻസ്, സ്വർഗത്തിന്റെ എൻട്രൻസിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. An honorary entrance. This cartoonist draw a beautiful entrance towards heaven. ഒരു ഡോർ കീപ്പർ, പീറ്റർ അല്ല കേട്ടോ, അത് കാത്തലിക്സ്, റോമൻ കാത്തലിക് പഠിപ്പിക്കുന്ന നോൺ ബിബ്ലിക്കൽ ടീച്ചിങ് ആണ്. പീറ്റർ അല്ല, ഇതൊരു കാർട്ടൂൺ മാത്രമാണ്. ഒരു ഏഞ്ചൽ വാതിക്ക് നിൽക്കുക. An angel, this according to the imagination of the cartoonist, an angel was standing by the door. ആ ഏഞ്ചൽ അദ്ദേഹത്തോട് പറയുന്ന കേട്ടോ, കാർട്ടൂണിസ്റ്റ് എഴുതിയേക്കുക, come in sir, 1,000 are waiting inside to thank you. Hallelujah. അകത്തോട്ട് വരണം സാറേ. Hallelujah. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പ്രസംഗിച്ച ഗോസ്പൽ കേട്ട് രക്ഷിക്കപ്പെട്ടവര് നിങ്ങളോട് താങ്ക് യു പറയാൻ അകത്ത് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചോളൂ എന്ന സന്ദേശം? Hallelujah. That cartoonist draw a beautiful picture of an angel who was standing at the door and who was saying, come on in sir, thousands are waiting inside to see your face here. Abundance entry എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്കുകാര് ഈ ഒളിമ്പിക്സിലൊക്കെ ജയിച്ചിട്ട് അവരുടെ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ആരവാരത്തോടെ റിസീവ് ചെയ്യുന്നതിന് അവർ ഉപയോഗിക്കുന്ന പദമാണ് അബണ്ടൻസ് എൻട്രി. Abundance entry usually actually gave in, there are certain countries when a person is won an Olympic medal, when they get the receiving in that abundance way. ഇങ്ങനെ ചെയ്താൽ നാം ഒരു നാളും ഇടറിപ്പോകാതെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. As long as you practice these things, you will never stumble, and for in this way the entrance into the eternal kingdom will be abundantly supplied to you. നമുക്ക് ഒത്തിരി കാര്യമുണ്ട്. ഈസി ആയിട്ട് ഒന്നുമില്ലാതെ കയറി പോകാനായിട്ട് പറ്റും അല്ലേ? ഒരു പ്രതിഫലമൊന്നും ഇല്ലാതെ കഷ്ടിച്ച്, ഫസ്റ്റ് കൊരിന്ത്യർ 3 കഷ്ടിച്ച് കയറി പോകാനായിട്ട് പറ്റും. We could have entered into the eternal kingdom with great struggle without earning anything. പക്ഷെ റിവാർഡ് മേടിക്കാനായിട്ട് പോകാൻ പറ്റും.
we are able to go and get the എന്ന് പറഞ്ഞാൽ reward. ഒന്നുമില്ലാതെ അകത്ത് കയറാൻ പറ്റും. Without having anything, we can enter into the മറ്റു kingdom. നിലയിൽ പറഞ്ഞാൽ ആരാലും അറിയാത്ത ഒരാളായിട്ട് അകത്ത് കയറാൻ പറ്റും. Without known by anyone, we can enter into heaven. എന്നാൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, കൊടുത്ത, സഹായിച്ച ആയിരങ്ങൾ നന്ദി പറയാനായിട്ടുള്ളവരായിട്ട് അകത്ത് കയറാൻ പറ്റും. And also on the other hand, we can enter into heaven. There many who are helped by us are waiting for us to be ഒരു saved. ഭക്തൻ പറഞ്ഞ നമ്മുടെ സ്വർഗ കവാടത്തിലേക്കുള്ള പ്രവേശനത്തിൽ സ്വർഗത്തിൽ മണിനാദങ്ങൾ മുഴങ്ങുന്നു എങ്കിൽ അതിന്റെ പേരാണ് അബണ്ടൻസ് എൻട്രി. When we go to heaven and when we enter into the heaven, whether that bells will ring and many will dare to invite us, then that is a heavenly entry. 5 resources, 7 virtues, then rewards. 5 resources, 7 virtues, and then we can see the reward. ഒരു സ്റ്റോറി കൂടെ പറഞ്ഞു നിർത്തുക. One more story and then I'll conclude. റോബർട്ട് മാൻഡ്രെ എന്ന് പറയുന്ന ഒരാൾ അറ്റ്ലാന്റിക്കിലൂടെ ഒരു 13 feet ഉള്ള ബോട്ടിൽ ക്രോസ് ചെയ്തു. Robert Mandre, he was through the Atlantic Sea, a small boat he was ഈ crossing. സ്റ്റോറി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. When you search in the social, in the website, 78 days എടുത്തിട്ടാണ് അക്കരയുന്നത്. he took almost 78 days to go to the other shore. പലപ്പോഴും മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. He faced many struggles and meet ആ face to യാത്രയുടെ face death. കഷ്ടപ്പാട് കൊണ്ട് അദ്ദേഹം ബോട്ടിൽ ഇങ്ങനെ കയറുകൊണ്ട് തന്നെ കെട്ടിവെച്ചു. He actually bound himself into the boat due to the struggles of the journey. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അറ്റ്ലാന്റിക് റിവർ ഓഷ്യൻ ക്രോസ് ചെയ്യണം, അക്കരെ ചെല്ലണം, ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം, ഒരാഴ്ച കിടന്നുറങ്ങണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. That his intention was, I need to cross the Atlantic Ocean and I took already a room and I need to spend some time in a hotel room. That was his intention. താൻ അക്കരെ ചെന്നപ്പം 300 ബോട്ടും 40,000 ആളുകളും തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി കരയിൽ നിൽക്കുകയാണ്. When he crossed that Atlantic Ocean, he saw a huge gathering, 300 boats and 40,000 people were standing there to welcome him. ഈ ആൾക്കാരെ എല്ലാം കണ്ടപ്പോഴത്തേക്ക് അറ്റ്ലാന്റിക്കിലെ കഷ്ടത മുഴുവൻ അദ്ദേഹം മറന്നുപോയി. ഹോട്ടലും എടുത്തില്ല, ചെക്കിനും ചെയ്തില്ല, ഉറങ്ങിയില്ല. He forgot all the intentions of his heart. He didn't think about the hotel room or spending a day in that hotel room. ധാരാളമായി പ്രാപിക്കും. You are going to be rewarded abundantly. Abundance entry. Abundance entry. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്. Momentary affliction which will give you rich inheritance. Amen, amen, amen. എഴുന്നേറ്റ് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Praise the Lord. Hallelujah. Hallelujah. Yeah, come on.